ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതൊരു മേഖലയിൽ പ്രവർത്തിക്കുകയാണെങ്കിലും, ഏതെല്ലാം തൊഴിൽ മേഖലകളിലായിക്കോട്ടെ, അധ്യാപകനായിക്കോട്ടെ, സർക്കാർ ഉദ്യോഗസ്ഥനായിക്കോട്ടെ, ഡോക്ടറായിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, അഡ്വക്കറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കച്ചവടക്കാരനായിക്കോട്ടെ, അല്ലെങ്കിൽ കൃഷിക്കാരനായിക്കോട്ടെ, ഇങ്ങനെ ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ നമ്മൾ സേവനമനുഷ്ഠിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് സാമൂഹിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങളിലാകട്ടെ, മതസാമുദായിക പ്രവർത്തന രംഗങ്ങളിലാകട്ടെ, നമ്മൾ നമ്മുടേതായ ഒരു ഇടം കണ്ടെത്തണം എന്നുള്ളതാണ്. നമ്മുടേതായ ഒരു ഇടം നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു മേഖലയിൽ കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ആ മേഖലയിൽ സംതൃപ്തിയോടുകൂടി പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും. അതായത് നമ്മുടേതായ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമുണ്ട്. ലോകത്ത് ഓരോ മനുഷ്യരും യുണീക്കായിട്ടുള്ള വ്യക്തിത്വങ്ങളുള്ളവരാണ്. അവരുടേതായ കഴിവുകളുണ്ടാവും, അവരുടേതായ ഒരുപാട് ഇന്നേറ്റ് പൊട്ടൻഷ്യൽസ് അന്തർലീനമായി കിടക്കുന്ന ദൈവം നമുക്ക് കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള നമ്മളിൽ അന്തർലീനമായിട്ടുള്ള ഒരുപാട് കഴിവുകളുണ്ട്. അപ്പം നമ്മുടെ മേഖലയിലുമായിട്ട്, നമ്മൾ ജോലി ചെയ്യുന്ന മേഖലയായിട്ട് നമ്മുടെ ടാലൻസ്, നമ്മുടെ അഭിരുചിക്ക് അനുസൃതമായിക്കൊണ്ട് നമ്മൾ നമ്മുടേതായ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ഒരു യുണീക്ക് അക്കംപ്ലിഷ്മെന്റ് നടത്തണം എന്നുള്ള ഒരു താല്പര്യവും ദൃഢനിശ്ചയമൊക്കെ നമുക്കുണ്ടാവും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ മേഖലയിൽ മറ്റാർക്കും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. അങ്ങനെ ആ നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴേ നമുക്ക് അവിടെ ഒരു ഇടമുണ്ടാകും. അപ്പം നമുക്ക് നമ്മളെല്ലാവരും അംഗീകരിക്കും, നമ്മുടെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കും, നമ്മുടെ ആ ഒരു മേഖലയ്ക്ക് അനിവാര്യമാണെന്ന് മറ്റുള്ളവർ ചിന്തിക്കും. അതൊരു കമ്പനിയിലാണെങ്കിൽ അയാളുടെ സേവനം, അദ്ദേഹത്തിൻ്റെ സേവനം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്കിവിടെ നിലനിർത്തണമെന്നുള്ള താല്പര്യം അതിന് മാനേജ്മെൻറ്റ് ഉണ്ടാവും. എല്ലാ തൊഴിൽ മേഖലയിലും അതുണ്ടാവും. അതുപോലെ തന്നെ വിദ്യാർത്ഥികളാണെങ്കിൽ ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സവിശേഷമായ വ്യക്തിത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ അർപ്പണബോധത്തോടുകൂടി പ്രവർത്തിക്കുമ്പോൾ ആ സ്കൂളിൽ അല്ലെങ്കിൽ ആ കോളേജിൽ തന്നെ ആ വിദ്യാർത്ഥി പഠിക്കണമെന്നൊരു താല്പര്യം ആ സ്ഥാപനത്തിൻ്റെ മേധാവികൾക്കുണ്ടാവും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ മേഖലയിലും സമൂഹത്തിലും നല്ല അംഗീകാരം കിട്ടും. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി മാറുമ്പോൾ മാത്രമേ നമുക്ക് തൊഴിലിലും നമുക്ക് സംതൃപ്തി ഉണ്ടാവുള്ളൂ. അപ്പോഴാണ് ശരിയായ രീതിയിൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക എന്നത്. നമ്മുടെ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളിൽ അന്തർലീനമായി കിടക്കുന്ന കഴിവുകളെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഉയർന്ന മറ്റാർക്കും നേടിയെടുക്കാൻ കഴിയാത്ത നേട്ടങ്ങൾ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ നേടിയെടുത്താൽ നമുക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും, നമ്മുടെ സെൽഫ് എസ്റ്റീം, അതായത് സ്വയം മതിപ്പ് വർദ്ധിക്കും, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കും. അത് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അത് നമുക്ക് വളരെയധികം ആത്മവിശ്വാസം നൽകും. നമ്മൾ വീണ്ടും കരുത്തോടു കൂടി ആത്മവിശ്വാസം കൂടി പ്രവർത്തിക്കും. വീണ്ടും അത്തരത്തിലുള്ള നേട്ടങ്ങൾ നമ്മൾ കൈവരിക്കും. അങ്ങനെ നമ്മുടെ ജീവിതം ധന്യമാണ്. ഇതാണ് നമ്മളൊരു ഇടം കണ്ടെത്തുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമകളാവാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടും ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലത്തെ ജീവിതത്തിൽ ഉപകാരപ്രദമായിട്ടുള്ള വ്യക്തിത്വ വികാസവുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്, ജയ് ഹിന്ദ്.